Data structure is a particular way of organizing similar or dissimilar logically related data items which can be processed as a single unit. So that means data structure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ആയോ ഡിസിമിലർ ആയോ ഉള്ള ലോജിക്കലി റിലേറ്റഡ് ആയ ഡാറ്റകളെ ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഡാറ്റ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ചില ടോപ്പിക്സ് നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ എന്താ യൂസ് ചെയ്യാറുള്ളത്? ഒരു ബൾക്ക് ഓഫ് ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ നമ്മൾ രണ്ട് വിധത്തിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ ദിസ് വൺ വേ നോൺ ആസ് അറേ ആൻഡ് ദ അതർ വേ ഈസ് സ്ട്രക്ചർ. അറേയിൽ നമ്മൾ ഒരു ബൾക്ക് ഓഫ് ഡാറ്റയെ ഒരേ സിമിലർ ആയിട്ടുള്ള ഡാറ്റയുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറേ. സോ അറേ ഈസ് എ ഡാറ്റ സ്ട്രക്ചർ. സ്ട്രക്ചർ ഈസ് എ കളക്ഷൻ ഓഫ് ഡിസിമിലർ ഡാറ്റ. സിമിലർ എന്ന് പറയാൻ കാരണം അവിടെ അറേയുടെ കേസിൽ ഒരേപോലത്തെ ഡാറ്റയെ മാത്രമേ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. പക്ഷേ സ്ട്രക്ചറിൽ എന്താ സ്റ്റോർ ചെയ്യാറുള്ളത്? ഡിസിമിലർ ആയിട്ടുള്ള ഡാറ്റയാണ്. ബട്ട് ദേ ആർ ലോജിക്കലി റിലേറ്റഡ്. സോ അറേ എന്താണെന്നും സ്ട്രക്ചർ എന്താണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ ഡാറ്റകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ സ്ട്രക്ചർ. സോ ഒന്നും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവും അതിൻ്റെ മീനിങ് എന്താണ്. ഇറ്റ് ഈസ് എ വേ ഓഫ് ഓർഗനൈസിങ് സിമിലർ ഓർ ഡിസിമിലർ ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ് വിച്ച് ക്യാൻ ബി പ്രോസസ്ഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. സോ നമുക്ക് ഡാറ്റ സ്ട്രക്ചറുകൾ ഒരുപാട് വ്യത്യസ്തങ്ങളായ ഡാറ്റ സ്ട്രക്ചേഴ്സ് നമുക്ക് പരിചയപ്പെടാം. എങ്ങനെയാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചറിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? So next topic is classification of data structures. Data structures can be classified into two. Main ആയിട്ട് നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറിന് എക്സാമ്പിളാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള അറേ ആസ് വെൽ ആസ് സ്ട്രക്ചർ. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചറിനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. Linear data structure and non-linear data structure. Linear data structure examples are stack, queue, linked list. Non-linear data structure example are tree, graph. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എന്താണ് വ്യത്യസ്തങ്ങളായ ഡാറ്റ സ്ട്രക്ചേഴ്സ്, അതായത് സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ എന്താണ്, കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ എന്താണ്, ലീനിയർ എന്താണ്, നോൺ ലീനിയർ എന്താണ്, ഇവയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡാറ്റ സ്ട്രക്ചേഴ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ഓൾറെഡി വി നോ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ്. എക്സാമ്പിളാണ് അറേ, സ്ട്രക്ചർ. അറേ ആൻഡ് സ്ട്രക്ചർ ആർ ദ examples for simple data structure. It is a collection of elements. It is simply data ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നു. സിമിലർ ആയ ഡാറ്റയുടെ കളക്ഷനെയാണ് അറേ എന്ന് പറയുന്നത്. ഡിസിമിലർ ആയിട്ടുള്ള ഡാറ്റയുടെ കളക്ഷനെയാണ് സ്ട്രക്ചർ. സോ ദാറ്റ്സ് ഓൾറെഡി വി ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ്. സോ യു ഹാവ് ടു നോ മോർ അബൌട്ട് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. എന്താണ് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ? സോ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആർ കമ്പൈൻഡ് ഇൻ വേരിയസ് വേസ് ടു ഫോം കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ്. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറിനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ കിട്ടും. സോ കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചറിൽ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. കഴിഞ്ഞ ഫിഗറിൽ നമ്മൾ കണ്ടു കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലീനിയർ ഡാറ്റ സ്ട്രക്ചറും നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറും. അപ്പോൾ കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? സിമ്പിൾ ഡാറ്റ സ്ട്രക്ചേഴ്സിനെ വ്യത്യസ്തമായ രീതിയിൽ കമ്പൈൻ ചെയ്താലാണ് നമുക്ക് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. എന്താണ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ? എ ഡാറ്റ സ്ട്രക്ചർ ഈസ് സെഡ് ടു ബി ലീനിയർ ഇഫ് ഇറ്റ്സ് എലമെന്റ്സ് ഫോം എ സീക്വൻസ്. So the elements of a linear data structure can be represented by means of sequential memory locations. ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാറ്റ സ്ട്രക്ചർ ലീനിയർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ എലമെൻറ്റ്സ് എല്ലാം സീക്വൻഷ്യലായിട്ടാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ലൊക്കേഷൻസിലായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. അതിന് എക്സാമ്പിളാണ് സ്റ്റാക്ക്, ക്യൂ,
linked list, etc. Non-linear data structure. A data structure is said to be non-linear if its elements do not form any sequence in memory. Linear data structure means the elements are stored in the linear sequential order. But in the case of non-linear data structure, the elements do not form any sequence in memory. Memory is a sequence placed in different areas, stored in random memory locations. Memory data is stored. So in this type of data structure, the elements are stored in random memory locations. So non-linear data structures are more complex. അതായത് നമുക്കറിയാം ഡാറ്റകളെ വ്യത്യസ്തങ്ങളായ റാൻഡം ആയിട്ടുള്ള ലൊക്കേഷൻസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അത് കോംപ്ലക്സിറ്റി കുറച്ച് ഇൻക്രീസ് ചെയ്യും. സോ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സിന് എക്സാമ്പിളാണ് ട്രീ, ഗ്രാഫ്. നമുക്ക് മെമ്മറിയെ ഒരു രൂപത്തിൽ കൂടെ ക്ലാസിഫൈ ചെയ്യാം. മെമ്മറിയിലുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സിനെ വി ക്യാൻ ക്ലാസിഫൈ അഗെയിൻ ഇൻടു 2 ഡിപ്പെൻഡിങ് അപ്പോൺ ദർ മെമ്മറി അലോക്കേഷൻ. എപ്പോഴാണ് ഒരു ഡാറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ഡാറ്റ സ്ട്രക്ചറുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഫസ്റ്റ് വൺ is static data structures. In static data structure, memory is allocated before the execution of the program. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ തുടങ്ങുന്നതിന് മുന്നെയാണ്. ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം ഓർ ഡ്യൂറിങ് പ്രോഗ്രാം എപ്പോഴാണോ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തതിന് മുന്നേ ക്രിയേറ്റ് ചെയ്ത ഡാറ്റ സ്ട്രക്ചേഴ്സിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. The memory space will be fixed throughout the execution. അപ്പോൾ ഈ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ പ്രത്യേകത, നമ്മൾ അതിനുള്ള മെമ്മറി സ്പേസ് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഫിക്സ് ചെയ്ത് വെക്കണം. വൺസ് ഇറ്റ് ഈസ് ഫിക്സഡ് ഇറ്റ് കനോട്ട് ബി ചേഞ്ച് ലേറ്റർ. ഒരിക്കൽ നമ്മൾ ആ മെമ്മറി സ്പേസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ സ്ട്രക്ചറിന് ആവശ്യമായ മെമ്മറി സ്പേസ് നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ആ പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങിയതിന് ശേഷം ആ ഫിക്സ് ചെയ്ത സ്പേസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ എക്സാമ്പിളാണ് അറേ. നമ്മൾ പ്രോഗ്രാമിൽ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അറേ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ പ്രോഗ്രാം ഡിക്ലെയറിൽ അറേ ഡിക്ലെയർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അറേയുടെ സ്പേസ് വൺസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഇറ്റ് കനോട്ട് ബി ചേഞ്ച്. സോ അങ്ങനെയുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സ്. In dynamic data structures, memory is allocated during execution. ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഡ്യൂറിങ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ആ ഡാറ്റ സ്ട്രക്ചേഴ്സിന് മെമ്മറി സ്പേസ് ആദ്യമേ തന്നെ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആ ഡാറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന അതേ സമയത്താണ് അതിനാവശ്യമായ മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിന് എക്സാമ്പിളാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. So in dynamic data structure, memory is allocated during execution. The size of the data structure will not be specified in advance. മുൻകൂട്ടി നമ്മൾ സൈസ് തീരുമാനിക്കേണ്ട ആവശ്യമില്ല. പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്യുന്ന അതേ സമയത്താണ് അതിനാവശ്യമായ മെമ്മറിയെ സ്വീകരിക്കുന്നതും ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആ സ്പേസ് ഒഴിവാക്കുന്നതുമെല്ലാം പ്രോഗ്രാം എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. സോ അങ്ങനെയുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സ്. സോ നമ്മളിപ്പോൾ ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ വ്യത്യസ്തങ്ങളായ ഡാറ്റ സ്ട്രക്ചേഴ്സ് പരിചയപ്പെട്ടു. അപ്പോൾ നമുക്കൊന്നും കൂടെ അതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. സോ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡാറ്റ സ്ട്രക്ചർ ഈസ് എ കളക്ഷൻ ഓഫ് സിമിലർ ഓർ ഡിസിമിലർ ടൈപ്പ് ഓഫ് ഡാറ്റ, ലോജിക്കൽ റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ് വിച്ച് ക്യാൻ ബി പ്രോസസ്ഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. സോ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2: സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ എക്സാമ്പിൾ ആണ് array structure. Simple data structure means nothing but it is a collection of elements. Compound data structure is formed while combining the simple data structures. Simple data structures ne various types il combine ചെയ്താലാണ് compound data structure create ചെയ്യുക. Compound data structure നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം: linear data structure and non-linear data structure. Linear data structure means the data elements are stored in in the form of sequential order in the memory. മെമ്മറിയിൽ എലമെൻറ്റ്സ് എല്ലാം സ്റ്റോർ ചെയ്തത് സീക്വൻഷ്യൽ ലൊക്കേഷൻസിലാണ്.
നേരെ മറിച്ച് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് റാൻഡം ലൊക്കേഷൻസിലാണ് മെമ്മറി. ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ഫോം ഓഫ് എ സീക്വൻസ്. സോ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന് എക്സാമ്പിളാണ് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന് എക്സാമ്പിളാണ് ട്രീ, ഗ്രാഫ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡാറ്റ സ്ട്രക്ചറുകളെ അതിൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിക്കനുസരിച്ച്, മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന രീതിക്കനുസരിച്ച് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ഈസ് ക്രിയേറ്റഡ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം and dynamic data structure is created during the execution of the program.